ചെയ്താലോ? ആതിര ടീച്ചറും സ്വാതി മിസ്സും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് സെഷൻസിലേക്ക് ജോയിൻ ആവാനായിട്ട്. നിങ്ങൾ ആരൊക്കെ എക്സാമിന് ഫസ്റ്റ് ടൈം ആയിട്ട് എഴുതാൻ പോകുന്നവരാണ്? അതൊന്ന് പറയാമോ? ആരൊക്കെയുണ്ട് പുതിയ ആൾക്കാര്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മീന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ആദ്യ തവണക്കാര്. ഓക്കെ. എക്സാം എഴുതിയിട്ടുള്ളവരും ഉറപ്പായിട്ടും ഈ കൂട്ടത്തിലുണ്ട് എന്നറിയാം. അപ്പൊ രണ്ട് കൂട്ടർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എക്സാമിന്റെ ബേസിക് സ്ട്രക്ചർ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടാവും കേട്ടോ. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികളും എങ്ങനെ ഈ പരീക്ഷ ഏറ്റവും ഇഫക്റ്റീവായിട്ട് എഴുതാമെന്നുള്ള കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ടാവും. മെയിൻ ആയിട്ടുള്ള രണ്ട് സെഗ്മെന്റുകൾ ഇതാണ്, പരീക്ഷയുടെ സ്ട്രക്ചർ കാര്യങ്ങൾ. അത് ഓൾറെഡി അറിയുന്നവരാണെങ്കിലും ഞാൻ റിമൈൻഡ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. കാര്യം I+ലൊക്കെ വന്ന് കോച്ചിങ് ഒക്കെ എടുത്ത് 6 മാസം നമ്മളോടൊപ്പം ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചിട്ട് പോലും പരീക്ഷയുടെ ടൈം മാനേജ്മെന്റിലെ ഫെയിലിയർ കൊണ്ട് മാത്രം JRF ഒക്കെ മിസ്സായ കുട്ടികളുണ്ട്. ഞാൻ ചോദിച്ചപ്പോ ആതിര ടീച്ചറൊക്കെ ചോദിച്ചപ്പോ ടീച്ചറിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പെയിൻ ഉണ്ടാവും. പേപ്പർ 1ന് 15-20 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്യുകയും ബാക്കി 150-160 മിനിറ്റോളം പേപ്പർ 2വിനായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ വരുത്താതിരിക്കാൻ ഈ സെഷൻ മുഴുവനായിട്ട് കാണുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആദ്യമേ തന്നെ ഈ വർഷത്തെ വിന്നേഴ്സിനെ ഒക്കെ സന്ദർശിക്കാനായിട്ട് പോയപ്പോ കണ്ടുമുട്ടിയ 1-2 പേരുടെ ചെറിയ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള 1-2 മെസ്സേജുകൾ പറഞ്ഞുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് നോട്ടിൽ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതാം. നിങ്ങൾക്കും വിന്നേഴ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കുന്നത് ഇഷ്ടമാവുമെന്ന് കരുതുന്നു അല്ലേ? പറയണോ അതോ നേരിട്ട് ക്ലാസ്സിലേക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് അങ്ങ് പോയാൽ മതിയോ? ഓക്കെ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം നമ്മുടെ എക്സ്ക്യൂസുകൾക്കൊന്നും പ്രത്യേകിച്ച് സ്ഥാനമില്ല എന്നുള്ളതാണ്. കാര്യം 2 മാസം കൊണ്ട് പഠിച്ച് നെറ്റിലേക്ക് എത്തിയ ആൾക്കാരുണ്ട്. ഫോറൻസിക് സയൻസ് ഒക്കെ പോലെയുള്ള വളരെ കുറച്ചു പേര് മാത്രം എഴുതുന്ന അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെയുള്ള മെറ്റീരിയൽ ഒക്കെ കിട്ടാൻ വളരെ ലിമിറ്റേഷൻ ഉള്ള വിദ്യാർത്ഥികൾ ഡിറ്റർമിനേഷൻ ഒന്നുകൊണ്ട് മാത്രം ടോപ്പിക്കുകൾ കണ്ടെത്തി പഠിക്കുകയും ChatGPTയും ജെമിനയും അല്ലെ പെർപ്ലെക്സിറ്റി പോലെയുള്ള ടൂളുകൾ അടക്കം ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് നിർമ്മിച്ച് അവരായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് ഓരോ ടോപ്പിക്കിന്റെയും ചോദ്യങ്ങൾ കണ്ടെത്തി പഠിച്ച് ഇന്ത്യയിൽ തന്നെ ടോപ്പ് 3 വരുന്ന പോലെ JRFലേക്ക് എത്തുകയും ചെയ്തു. നെറ്റിന് ഒരു റാങ്ക് ലിസ്റ്റ് ഒന്നും സ്പെഷ്യൽ ആയിട്ടില്ല നിങ്ങൾക്ക് അറിയാം. പക്ഷെ ജനറൽ കാറ്റഗറിയിൽ 2 പേര് JRFും OBC കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ ഒരാൾ JRFും നേടിക്കഴിഞ്ഞാൽ അയാൾ ഏകദേശം ഇന്ത്യയിലെ ടോപ്പ് 3 ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ JRFലേക്ക് എത്തിയ ആളുകളുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ ഡിറ്റർമിൻഡ് ആണെങ്കിൽ സമയമോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റിയോ ഒന്നും ഒരു തടസ്സമല്ല എന്നുള്ളതാണ്. ആ പോയിന്റ് നിങ്ങൾക്ക് കൺവേ ആയോ? കാര്യം ആ ഒരു ബിലീഫ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നത് നിർത്തിയിട്ട് പോസിബിലിറ്റീസിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. അത് ഈ വിന്നേഴ്സിന്റെ ഞാൻ കുറെ ഇങ്ങനെ മോട്ടിവേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് മോട്ടിവേഷൻ കിട്ടാനും പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ ഒരുപാട് വിന്നേഴ്സിന്റെ വിജയ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളായിട്ടും പോഡ്കാസ്റ്റുകളായിട്ടും കേട്ടിട്ടുണ്ട്, വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ, മക്കളെ, അവര് പോരായ്മകളോ പരിമിതികളോ കണ്ടെത്താൻ ശ്രമിക്കാതെ എങ്ങനെ ഇത് പോസിബിൾ ആക്കാം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്നവരാണ്. പരിമിതികൾ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കുണ്ട്, ഇപ്പം സലുമോൻ ഇത് കാണുന്നുണ്ട്, അലീന, കാവ്യ, ജിത ഒക്കെ കാണുന്നുണ്ട് അല്ലെ? അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഡിഫിക്കൽട്ടികളോ പരിമിതികളോ അടുത്ത എക്സാമിന് തയ്യാറെടുക്കുന്ന വേളയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടാവും. പക്ഷെ അതിൽ ഫോക്കസ് ചെയ്യണോ അതോ നമ്മുടെ കേപ്പബിലിറ്റിയിലും പരിമിതമായിട്ടാണെങ്കിലും നമുക്കുള്ള കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈഫിലും നെറ്റ് എക്സാമിലും ഇന്റർവ്യൂകളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. കുഞ്ഞുമക്കളുള്ളതോ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്നതോ ഒക്കെയാണ് പൊതുവായ വിദ്യാർത്ഥികൾ ഒരു പരിമിതി പറയുന്നത്. അല്ലെങ്കിൽ പഠനത്തോടൊപ്പം ഒക്കെ PGയോടൊപ്പം പഠിച്ചു നേടിയവരുണ്ട്, 2-3 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഫീഡ് ചെയ്യുന്നതിനോടൊപ്പം പഠിച്ചു നേടിയവരുണ്ട്, 2 മാസം കൊണ്ട് പഠിച്ചെടുത്തവരുണ്ട്, ഒരു നോട്ടും കയ്യിലില്ലാതെ പേപ്പർ 2 തനിയെ കണ്ടെത്തി പഠിച്ചവരുണ്ട്. അപ്പോ എക്സ്ക്യൂസുകൾ, നോ എക്സ്ക്യൂസ്
എന്നുള്ളതാണ് ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ്. അതോടൊപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് എന്നുള്ളതും വലിയ ഒരു കാര്യമാണ്. ആദ്യമൊക്കെ 5 വർഷം മുമ്പ് I+ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ ചിന്ത ടോപ്പിക് ഏറ്റവും നന്നായി പഠിച്ചവരാ വിജയിക്കുക, അല്ലെങ്കിൽ 100% പരീക്ഷയിൽ റെലവെന്റ് ആയിട്ടുള്ള ആസ്പെക്ട് നോളജ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ അറിവാണ് എന്ന്. പക്ഷെ കാലം കഴിയും തോറും 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി 50-50 ആണ്. മൈൻഡ് സെറ്റ് ആ പകുതി, പഠിച്ചത് പകുതി. അല്ല, മൈൻഡ് സെറ്റിന് പകുതിയിലധികം വെയിറ്റേജ് ഉണ്ടെന്ന് ഇന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. കാര്യം പഠിക്കുന്ന സമയത്തെ മൈൻഡ് സെറ്റ് മാത്രമല്ല, പരീക്ഷാ ഹാളിലെ മൈൻഡ് സെറ്റും വളരെ റെലവെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് ആ പരീക്ഷാ ഹാളിലെ 3 മണിക്കൂർ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ മോട്ടിവേഷൻ ആ ഒരു 3 മണിക്കൂറിലൊന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ എടുത്ത എഫേർട്ടും കാര്യങ്ങളും ഒക്കെ വേസ്റ്റ് ആയി പോകാൻ അത് മതി. അതുകൊണ്ട് മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്. പരീക്ഷയോട് അടുക്കുമ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കുകയും പോസിറ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ടുകളൊക്കെ പറയാനായിട്ട്, പരീക്ഷയുടെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ആതിര മിസ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ടീച്ചറും ഒരു വെറ്ററൻ ആണ്, നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിലെ അധ്യാപകരാണ് ഇന്നത്തെ ആതിര മിസ്സും സ്വാതി ടീച്ചറും ഒക്കെ. അപ്പൊ അവരുടെ വാക്കുകളിലൂടെ ഫർദറായിട്ട് പരീക്ഷ അടുത്തറിയാനും അതിന്റെ ഒരു സ്ട്രക്ചർ അറിയാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ഏറ്റവും റെസ്പെക്റ്റോടുകൂടി ആതിര ടീച്ചറെ, സ്വാതി മിസ്സിനെയും ഈ പങ്കെടുക്കുന്ന എല്ലാവരെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ആതിര ടീച്ചറിലേക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. ടീച്ചർ ആരംഭിച്ചോളൂ. താങ്ക് യു. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? ഓക്കെ, കുറെ അധികം പുതിയ ടിപ്സും ട്രിക്സും ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുവാന്നല്ലേ? പഠിച്ചു തുടങ്ങിയോ? ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് പഠിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ടോ? ഓക്കെ, കുറച്ചു പേര് തുടങ്ങിയിട്ടുണ്ട്. ഇത് എക്സാമിനെ കുറിച്ചിട്ട് ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടോ? തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ എക്സാം എന്താണെന്ന് അറിയില്ല, ഒരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോ ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായാലും നമുക്ക് തുടക്കം തൊട്ട് നോ ഐഡിയ ടീംസ് ഉണ്ട് അല്ലേ? അപ്പോ ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായാലും നമുക്ക് തുടക്കത്തിൽ ആദ്യം എന്താണ് എക്സാം എന്ന് അറിഞ്ഞാലല്ലേ ഒരു എക്സാം എഴുതാൻ പോകാൻ പറ്റത്തുള്ളൂ അല്ലെ? അപ്പോ നമുക്ക് ബേസിക്കലി ആദ്യം ഞാൻ എന്താണ് ബേസിക്കലി UGC നെറ്റ് എക്സാം, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, സിലബസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് UGC നെറ്റ് എക്സാം നിങ്ങൾക്കറിയാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? അതില് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്കും JRF-ലേക്കും ഒക്കെ നമുക്കൊരു ചവിട്ടുപടിയായിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. അപ്പോ നമ്മുടെ എക്സാം സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പോലെയല്ല, കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഒരു നമുക്ക് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു എക്സാം ആണ് കേട്ടോ. നിങ്ങളിത് നാഷണൽ ലെവൽ എക്സാം ആണ്, അതിൻ്റെതായിട്ടുള്ള ഉറപ്പായിട്ടും സീരിയസ്നെസ് ഉണ്ട്. എന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടി ഒരു ചെറിയ കാലയളവ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരെ വലിയ ഡിലേ ഒന്നും ഇല്ലാതെ നമുക്ക് റിസൾട്ട് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഇപ്പൊ ബാക്കിയുള്ള എക്സാം ഒക്കെ നിങ്ങൾ 1-2 വർഷമൊക്കെ നിങ്ങൾ മെനക്കെട്ടിരുന്നാലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതൊരു 3 to 5 months-നുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ റിസൾട്ടും കൺമുന്നിൽ കാണുന്ന ഒരു എക്സാം ആണ് UGC നെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ നോക്കിക്കേ, നമുക്ക് 2 പേപ്പറുകളാണ് എക്സാം ഉള്ളത് കേട്ടോ. 2 പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്നാ നമ്മൾ പറയാ. 2 പേപ്പറുകളാണ് ഉള്ളത്. അതില് ഒന്നാമത്തെ പേപ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് ഒരു ജനറൽ പേപ്പറാണ്. ജനറൽ പേപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സാം എഴുതുന്നത് നിങ്ങൾ ഏത് സബ്ജക്റ്റിലായാലും ഈ ഒരു പേപ്പർ കോമൺ ആണ്. എല്ലാവർക്കും സെയിം സിലബസ് ആണ്, സെയിം പാറ്റേൺ ആണ്, സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ ഷിഫ്റ്റുകൾ അനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ മാറുന്നത് കേട്ടോ. അതില് നമുക്ക് ബേസിക്കലി വരുന്നത് ടീച്ചിങ് റിസർച്ച് പോലെയുള്ള 10 യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ്, CBT മോഡിൽ നടക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോ MCQs ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ പേപ്പർ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി എല്ലാ സബ്ജക്റ്റുകാർക്കും ഒരുപോലെ എഴുതുന്ന ഒരു പേപ്പർ, ഒരേ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു പേപ്പറാണ്.
50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പേപ്പർ 1-നകത്ത് ഉണ്ടാവുക. 100 മാർക്ക്. അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് മാർക്ക് വരിക. ഇനി പേപ്പർ 2-ലേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ ആയിരിക്കും. എക്കണോമിക്സ് ആവാം, ഇംഗ്ലീഷ് ആവാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആവാം, കൊമേഴ്സ് ആകാം. അങ്ങനെ നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പറാണ് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയാം. അതും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി MCQs തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. 100 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് മൊത്തം 200 മാർക്കിനാണ് പേപ്പർ 2 വരിക. അപ്പൊ നോക്കിക്കേ, 2 പേപ്പറിനും കൂടെ മൊത്തം എത്ര മാർക്കായി? പേപ്പർ 1-ന് 100 മാർക്ക് വരും, പേപ്പർ 2-ന് 200 മാർക്സ് വരും. മൊത്തം എത്ര മാർക്കായി? 300 മാർക്സ് ആയി. ഈ 300 മാർക്സിൽ നമുക്ക് 300 മാർക്സിന്റെ ഈ ഒരു എക്സാം എഴുതാനായിട്ട് നമുക്ക് കിട്ടുന്നത് 3 hours ആണ് ടൈം വരിക കേട്ടോ. 3 മണിക്കൂർ ആണ് നമുക്ക് എക്സാം ടൈം വരിക. അപ്പൊ നമ്മൾ ജനറലി പറയുന്നത് ഒരു 1 hour പേപ്പർ 1-നും 2 hours പേപ്പർ 2, അങ്ങനെയാണ് നമുക്ക് ഒരു ഐഡിയലായിട്ട് നമുക്ക് ടൈം അലോട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ്. അപ്പം നോക്കിയേ, മാർക്ക് 300 മാർക്ക്, 150 ക്വസ്റ്റ്യനാണ്. നോക്കിയേ, 150 ക്വസ്റ്റ്യൻ, 2 പേപ്പറിനും കൂടി 150 ക്വസ്റ്റ്യൻ, 180 മിനിറ്റ്, 3 മണിക്കൂറാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന ടൈം എത്രയായിരിക്കും? ഒരു ഉദ്ദേശം വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. 150 ക്വസ്റ്റ്യൻ ഉണ്ടാകും 2 പേപ്പറിനും കൂടി, മൊത്തം 180 മിനിറ്റ് ഉണ്ടാവും. ഒരു 1.2 തൊട്ട് ഒരു 1.5 മിനിറ്റ്സിനകത്തേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടത്തുള്ളൂ. ഇപ്പോ ഇതിന്റെ ഒരു ബേസ് ഐഡിയ മനസ്സിലായോ? എക്സാം എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലായോ? ഇത് ഒറ്റ സ്ട്രക്ചർ ആയിട്ടായിരിക്കും എക്സാം നടക്കുക കേട്ടോ. ഒരു ബ്രേക്ക് ഒന്നുമില്ല. നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 hours നിങ്ങൾ ആ എക്സാം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പേപ്പർ 1 ഒരു ദിവസം, പേപ്പർ 2 ഒരു ദിവസം, അങ്ങനെയൊന്നും അല്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതിൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 300 മാർക്സിന് നടക്കും. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നിങ്ങൾക്ക് ഒരു ഗസ് വർക്ക് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ചെയ്തു പോകണം. അതായത് പലർക്കും പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പഠിച്ച് ഇവിടുന്ന് കുറച്ചധികം എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവും. എക്സാം ഹാളിൽ ചെന്നിട്ട് പുതിയൊരു സ്ട്രാറ്റജി എടുക്കും. അവിടെയാണ് പലർക്കും പ്രശ്നങ്ങൾ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു സ്ട്രാറ്റജി ഒക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് അത് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി എന്ന് പറയാം. ഇപ്പൊ ഇനി എക്സാമിനെ കുറിച്ചിട്ട് വേറെ ഡൗട്ട്സ് ഇല്ലല്ലോ? നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് എക്സാം നടക്കുന്നത്, എത്ര മാർക്ക്, എത്ര ക്വസ്റ്റ്യൻ എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പേപ്പർ 1-നെ കുറിച്ചിട്ടാണ്. അപ്പോ നിങ്ങൾ എത്ര പേര് പേപ്പർ 1 ഭയങ്കര ഈസിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പേപ്പർ 2 എല്ലാം പഠിച്ചു കഴിഞ്ഞ് പേപ്പർ 2-ന് നമ്മൾ മാസ്റ്ററായി അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഒരു 15-20 ദിവസം കൊണ്ട് പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന എത്ര പേരുണ്ട്? സത്യസന്ധമായിട്ട് പറയണേ. ലാസ്റ്റ് നിമിഷം നോക്കിയാലും മതി, പേപ്പർ 1 ഒക്കെ സിമ്പിൾ അല്ലേ, വെറുതെ കുറച്ച് ജനറൽ ആയിട്ട് അറിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഗോപിക അങ്ങനെ ആയതുകൊണ്ടാണോ ഹാൻഡ് റേസ് ചെയ്തത്? ഇല്ല. പേപ്പർ 1 കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മള് പേപ്പർ 1-ന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ എല്ലാവർക്കും സെയിം സിലബസാ ഉള്ളത്. അപ്പൊ പേപ്പർ 1-ന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ ഞാൻ ചെറിയൊരു കണക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എപ്പോഴും കണക്കിനോട് പേടിയാന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഒരു കണക്ക് പറയാം. ആലോചിച്ച് നോക്കിയേ, ഇപ്പം നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കട്ട് ഓഫ് 180 ആണ് എന്ന് വിചാരിക്കുക. കട്ട് ഓഫ് വെച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് വരിക കേട്ടോ. ഇപ്പൊ 180 മാർക്ക് കട്ട് ഓഫ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180-ന് മുകളിൽ 180-ഓ അതിന് മുകളിലോ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആയി എന്നർത്ഥം. അപ്പൊ നിങ്ങൾക്ക് 300-ന് 180 മാർക്ക് വേണം എന്നാണ് കട്ട് ഓഫ് എന്ന് വിചാരിക്കുക.
സപ്പോസ് പേപ്പർ 1 നിങ്ങൾക്ക് 100-ല് 70 മാർക്ക് കിട്ടി എങ്കിൽ പേപ്പർ 2 നിങ്ങൾക്ക് ഈ 180 കിട്ടാൻ എത്ര മാർക്ക് വേണം? 180 കട്ട് ഓഫ്. പേപ്പർ 1 നിങ്ങൾക്ക് 70 കിട്ടി, 40 മതിയോ? മൊത്തം 180. 180-ൽ 70 നിങ്ങൾക്ക് പേപ്പർ 1 കിട്ടിയെങ്കിൽ 180 ആവാൻ ഇനി എത്രയും കൂടി വേണം? 110 മാർക്കും കൂടി പേപ്പർ 2 വേണം, ആണല്ലോ? ഫൈൻ. ഇനി ഇതേ സെയിം കട്ട് ഓഫ് 180 കട്ട് ഓഫ് ഉണ്ട്. പേപ്പർ 1 നിങ്ങൾക്ക് 50 കിട്ടിയുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 2 ഇനി എത്ര മാർക്ക് കൂടി വേണം 180 ആവാൻ? പേപ്പർ 1 50 മാർക്കേ കിട്ടിയുള്ളൂ എങ്കിൽ ഇനി നിങ്ങൾക്ക് എത്ര വേണം? 130 വേണം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇപ്പൊ സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്താ റിയലൈസ് ചെയ്തത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന്? പേപ്പർ 2-നേക്കാളും ഇമ്പോർട്ടന്റ് എന്നല്ല, ആക്ച്വലി അതെ, പേപ്പർ 1 മാർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് JRF ഒക്കെ മിസ്സാകുന്ന കുട്ടികള്, നെറ്റ് ആയാലും JRF ആയാലും മിസ്സാവുന്നതൊക്കെ ഒരു 2 to 5 ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിഫറൻസിലാണ്. ശരിക്കും ആ ഒരു എഡ്ജ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് ആരായിരിക്കും? പേപ്പർ 1 ആയിരിക്കും. അപ്പൊ പേപ്പർ 1 നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നോ അത്രത്തോളം പേപ്പർ 2 ഒരു ബർഡൻ നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അതായത് നിങ്ങൾക്ക് പേപ്പർ 2 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഇപ്പൊ എക്കണോമിക്സ്, ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു സൈക്കിളിൽ കാണുന്ന ഒരു പാറ്റേൺ അല്ല നെക്സ്റ്റ് ഒരു സൈക്കിളിൽ കാണുന്നത്. ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഭയങ്കര ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നുണ്ട്, ചിലപ്പോൾ വളരെ ടഫായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ഒരു പ്രഡിക്ഷനും കൊടുക്കാൻ പറ്റാത്ത ഒരു പേപ്പർ ആയിട്ടാണ് പേപ്പർ 2 പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ സേവ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ പേപ്പർ 1 ആയിരിക്കും. അപ്പോ നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇപ്പൊ കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വരുമ്പോഴും ഒക്കെ പറയുന്നത് പേപ്പർ 1 50-ന് 40, 50 ക്വസ്റ്റ്യൻ ആണ് ഉള്ളതല്ലോ. അപ്പൊ 50 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യൻസ് റെഡിയായി. ഈവൻ എക്കണോമിക്സിൽ തന്നെ, ഞാൻ എക്കണോമിക്സ് ആണ് കേട്ടോ സബ്ജക്ട്, എക്കണോമിക്സിന്റെ തന്നെ നമ്മുടെ JRF-ന്റെ കുട്ടി പറഞ്ഞത് മിസ്സേ 45 മാർക്ക് പേപ്പർ 1 കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഈ പേപ്പർ 1 ഈ മാർക്കിന്റെ സ്കോർ ആളെ ഈ ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 50-ന് 45 മേടിച്ചു എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്, എന്താ നമുക്ക് പേപ്പർ 1 എന്ത് വരണം? മാക്സിമം നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പോകും. നിങ്ങളുടെ പേപ്പർ 1 എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് പേപ്പർ 2 ഒരു ഇത്തിരി നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോ ഈ പേപ്പർ 1 ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കൺസെപ്ച്വൽ ആണ്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു ഇത്തിരി എഫേർട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ പേപ്പർ 2 സബ്ജക്ട് പേപ്പർ നമ്മൾ 5 വർഷം പഠിച്ച കാര്യങ്ങൾ കുറെ അധികം നമുക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു ടയറിംഗ് ഒക്കെ ആയിരിക്കും ചില സമയത്ത് പേപ്പർ 2 പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അതേ സമയത്ത് പേപ്പർ 1 കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറെ അധികം ടോപ്പിക്കുകളാണ് പേപ്പർ 1 വരാം. അപ്പോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പേപ്പർ 1 നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്നില്ല കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ ഒരു 15-20 ദിവസം കൊണ്ടിട്ട് കംപ്ലീറ്റ് എൻറ്റയർ പേപ്പർ 1 സിലബസ് തീർത്ത് പോവാന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ശരിക്കും നമ്മൾ പേപ്പർ 2 ഒക്കെ പഠിച്ചൊക്കെ ടയേർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്റർടൈൻമെന്റ് പോലെ അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാ പേപ്പർ 1 എന്ന് പറയാം. ഇനി ഞാൻ പേപ്പർ 1 സിലബസ് എന്ന് മൊത്തത്തിൽ പറഞ്ഞു തരാം. എന്താണ് പേപ്പർ 1 നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാം. സോ പേപ്പർ 1 10 യൂണിറ്റുകളാണുള്ളത് കേട്ടോ. 10 യൂണിറ്റ് ഉണ്ട്.
അതില് മൊത്തം 50 മാർക്കിനാണ് അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. 50 ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് പറയുമ്പോൾ ജനറലി ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരും കേട്ടോ. ചിലപ്പോൾ തുടക്കത്തിലൊക്കെ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ. പക്ഷെ അപ്പോഴും നമുക്കറിയില്ല ഏതിലാണ് കൂടുതൽ വരിക കുറവ് വരിക എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു 4 to 6 ക്വസ്റ്റ്യൻ അകത്താണ് എല്ലാ യൂണിറ്റിൽ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്തിട്ടൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല. സോ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾ ഈ ഒരു UGC നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻവിഷൻ ചെയ്യുന്ന ഒരു കരിയർ എന്താ? നിങ്ങൾ എൻവിഷൻ ചെയ്യുന്ന ഒരു കരിയർ എന്താ? നിങ്ങൾ എന്താകാനായിട്ടാ ഒരു മെയിൻ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ ടീച്ചിങ് അല്ലെ? ടീച്ചിങ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ബേസിക് ആയിട്ട് നിങ്ങളുടെ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സ്കിൽ ഉറപ്പായിട്ടും അവിടെ നോക്കും, വേണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയാം. അപ്പോ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് എല്ലാ യൂണിറ്റിലും ഉണ്ട് എന്നുള്ള അസംഷനിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് കൃത്യമായിട്ട് നിങ്ങൾ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ, സിലബസും നമ്മുടെ POയ്ക്ക് പ്രാക്ടീസും ചെയ്തു കഴിഞ്ഞാൽ 4 മുതൽ 5 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം. അതിനകത്ത് നമുക്ക് വലിയ എഫേർട്ടുകളൊന്നും വേണ്ട, കുറച്ച് തിയറീസ് ഒക്കെ പഠിക്കണം. എന്നാൽ പോലും നമ്മുടെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ഈ സ്വയംപ്രഭ പോലുള്ള ഏരിയകളൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നതാണ്. അപ്പൊ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നായിരിക്കും. അതായത് ഇപ്പോ നിങ്ങൾ ക്ലാസ് റൂമിൽ കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ഏതാ, അല്ലെങ്കിൽ ഒരു അഡോളസന്റ് ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെയൊക്കെ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം. അവിടെ വരുന്നത് ടീച്ചിങ്ങിന്റെ കോൺസെപ്റ്റുകൾ, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, അങ്ങനെയൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ വരാം. ഇനി ടീച്ചിങ് അല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു UGC നെറ്റ് എക്സാമിൽ നിന്നും അടുത്തൊരു ഓപ്ഷൻ എന്താ? അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലാതെ നിങ്ങൾക്ക് വരുന്നത് എന്താ? റിസർച്ചർ അല്ലേ? റിസർച്ചർ, അതായത് നിങ്ങൾ റിസർച്ചേഴ്സ് ആവാനായിട്ട് പോവാം. അപ്പോ ഒരു റിസർച്ചർ ആകാൻ പോകുന്ന നിങ്ങൾക്ക് അതിന് കുറച്ച് പ്രീ റിക്വസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആസ് എ റിസർച്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അത് എന്തൊക്കെ ടൈപ്സ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്, എന്തൊക്കെ മെത്തേഡ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്, സ്റ്റെപ്സ് ഓഫ് റിസർച്ചുകൾ എന്താണ്, എങ്ങനെയാണ് ഒരു ആർട്ടിക്കിളും തീസിസും ഒക്കെ എഴുതുന്നത്, ICT ടൂൾസ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്താണ്. സോ ഓരോ യൂണിറ്റിന്റെയും പർപ്പസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓരോ യൂണിറ്റിനും നമ്മുടെ എന്തൊരു സ്കില്ലാണ് അവര് മെഷർ ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക എന്നുള്ളതാണ്. സോ അതാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വളരെ ലിമിറ്റഡ് സിലബസ് ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് പഠിക്കാൻ, ഇത്രയേ ഉള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് കോൺസെപ്റ്റുകൾ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഇനി മൂന്നാമത്തത് കോംപ്രിഹെൻഷൻ. നമ്മൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഒരു പാസേജ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഷോർട്ട് 5 ക്വസ്റ്റ്യൻ വരും എന്ന് ഉറപ്പുള്ള ഒരു യൂണിറ്റ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇനി കോംപ്രിഹെൻഷനെ കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ തൽക്കാലം ഒരു പാസേജ് നിങ്ങൾക്ക് തരും, ആ പാസേജ് റിലേറ്റഡ് ആയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആ പാസേജിനെ ബേസ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ആയാലും ഒക്കെ വേണ്ടുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ നാലാമത്തെ യൂണിറ്റിൽ പഠിക്കുക. ഒരു 3 to 4 മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ കണ്ടുവരുന്ന ഒരു യൂണിറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇനി അഞ്ചാമത്തതാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. ഇവിടെ മാത്സ് വേഡികൾ എത്ര പേരുണ്ട്? മാത്സ് വേഡികൾ എത്ര പേരുണ്ട്? ഒത്തിരി പേർക്ക് പേടിയാണ് അല്ലെ? നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ വന്നത്?
10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ ഒരു ലെവൽ ഓഫ് നോളജ് മതി മാത്സില്. ഇപ്പം നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിക്കുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെന്റേജ് എന്നൊക്കെ പറയുന്ന അതുവരെയുള്ള ലെവൽ ഓഫ് നോളജ് മതി മാത്സിൽ. നിങ്ങൾക്കല്ലാതെ ഇന്റഗ്രേഷൻ അറിയണ്ട, ഡിഫറൻഷിയേഷൻ അറിയണ്ട, ജോമെട്രി അറിയണ്ട, ട്രിഗണോമെട്രി അറിയണ്ട, ഒന്നും വേണ്ട. 10ാം ക്ലാസ് വരെയുള്ള മാത്സ് മാത്രം മതി. നിങ്ങൾക്ക് അത് ആ ടച്ച് വിട്ടിരിക്കുന്നത് കൊണ്ടാണ് പലർക്കും ഈ പേടി വരുന്നത്. പക്ഷേ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ആ കോൺസെപ്റ്റ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മാത്സ് റീസണിങ് എന്ന് പറയാം. ഇനി 6ാമത്തെ യൂണിറ്റ് ആണ് ലോജിക്കൽ റീസണിങ്. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ലോജിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെയും നമ്മൾ ബാക്കിയുള്ള യൂണിറ്റുകളൊക്കെ കണ്ടതുപോലെയല്ല, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് വരെയും കാണാത്ത ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയാം. ചിലപ്പോൾ ഫിലോസഫി, എഡ്യൂക്കേഷൻ കുട്ടികളായിരിക്കും കുറച്ചെങ്കിലും ഇതുമായിട്ടൊന്ന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാവുക. അല്ലാത്തവർക്ക് ഒരു ഐഡിയയും ഇല്ലാത്തൊരു യൂണിറ്റ് ആണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ഇല്ല. ഭയങ്കര രസമാണ്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മറ്റേ മടുക്കുമ്പോ മറ്റേ 2 പപ്പടം കാച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ പഠിച്ചിരുന്ന സമയത്ത്. ഈ പുറകെ പഠിച്ച് മടുക്കുമ്പോ ഒരു എന്റർടൈൻമെന്റിനൊക്കെ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് ലോജിക്കൽ റീസണിങ്ങിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസാണ്. പക്ഷെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റിനകത്ത് നിന്ന് മാത്രം ക്വസ്റ്റ്യൻ വരുന്ന ഒരു യൂണിറ്റാണ്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് ഷുവർ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാ ലോജിക്കൽ റീസണിങ് എന്ന് പറയാം. 7ാമത്തത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. അതും മാത്സിന്റെ കളിയാണ്. ഒരു ടേബിൾ ഉണ്ടാകും, ആ ടേബിളിൽ കുറച്ച് വാല്യൂസ് ഉണ്ടാകും. എന്നിട്ട് ആ ടേബിൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് 5 ക്വസ്റ്റ്യൻ വരും എന്ന് ഉറപ്പുള്ള ഒരു യൂണിറ്റ് ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയാം. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഏരിയ ആണ് കേട്ടോ. അതെങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. സോ യൂണിറ്റ് 7 ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ദെൻ 8ാമത്തെ യൂണിറ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നിങ്ങൾ എല്ലാവരും ഡിജിറ്റൽ വേൾഡിലല്ലേ നിൽക്കുന്നത്, ഇല്ലേ? നിങ്ങൾ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി നിങ്ങൾ AI ഉൾപ്പെടെ എല്ലാവിധ ടൂളുകളും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിനെ കുറിച്ചിട്ടോ ഉള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത് കേട്ടോ. അതായത് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്, മെമ്മറി, കമ്പ്യൂട്ടർ മെമ്മറി, ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ സൈറ്റുകള്, നമ്മുടെ ആപ്പുകള്, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക്. അതുവരെ എക്സല്, അതുപോലെ നമ്പർ കൺവേർഷൻ. ഇതിൽ ഈ നമ്പർ കൺവേർഷൻ മാത്രമാണ് കുറച്ചൊന്ന് പഠിച്ചെടുക്കേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ സ്ഥിരം നമുക്കൊരു ജനറൽ നോളജ് ഉണ്ടെങ്കിൽ പോലും എടുക്കാം. ഇപ്പം സാധാരണയൊക്കെ ക്വസ്റ്റ്യൻസ് വൈഫൈനെ കുറിച്ചിട്ട് ചോദിക്കും, ബ്ലൂടൂത്തിനെ കുറിച്ചിട്ട് ചോദിക്കും, ഏതർനെറ്റിനെ കുറിച്ചിട്ട് ചോദിക്കും, ഹോട്ട്സ്പോട്ട്സിനെ കുറിച്ചിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുക. അപ്പൊ വാട്സപ്പിനെ കുറിച്ചിട്ട് ചോദിക്കാം, ഫേസ്ബുക്കിനെ കുറിച്ചിട്ട് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഈ ഒരു 8ാമത്തെ യൂണിറ്റിൽ കണ്ടുവരിക കേട്ടോ. 9ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. നമുക്ക് ജനറലി അങ്ങനെ ജനറൽ നോളജ് അല്ലെങ്കിൽ കറന്റ് അഫയേഴ്സ് എന്നൊരു ടോപ്പിക് ഇല്ല. പക്ഷെ കുറച്ചെങ്കിലും നമുക്ക് ഒരു കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ നിന്നാണ്. അതിൽ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പൊല്യൂഷൻ, അതുപോലെ എനർജി സോഴ്സസ്, കൺവെൻഷൻ ആൻഡ് പ്രോട്ടോകോൾസ്, ഈ 2-3 ഏരിയാസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, ഈ 2-3 ഏരിയാസ് മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു 3 മാർക്സ് ഷോർട്ട് ആയിട്ട് കിട്ടുന്ന ഒരു യൂണിറ്റ് ആണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫാക്ച്വൽ ആണ്. നിങ്ങൾ ഈ ഫാക്ച്വൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ്ഡ് പഠിക്കാൻ ഇഷ്ടമില്ല, കുറച്ച് ഫാക്ച്വൽ ബേസ്ഡ് കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ ഒരു അപ്പർ ഹാൻഡ് വരുന്ന ഒരു യൂണിറ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയാം. അവിടെ കൂടുതലും കമ്മിറ്റീസ്, കമ്മീഷൻസ്, നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ്, ആ ഏരിയാസ് ഒക്കെ ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഈ ഒരു 10 യൂണിറ്റിന്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയോ? എന്തൊക്കെയാ പേപ്പർ 1 ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പേപ്പർ 1, എന്താണ് പേപ്പർ 1-നകത്തുള്ളത് എന്ന് മനസ്സിലായോ? ഇനി പറഞ്ഞേ, 10 ദിവസം കൊണ്ട് പഠിച്ചു തീരുമോ?
ഇനി നിങ്ങളുടെ ഒരു മനസ്സിൽ വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, അയ്യോ ഇതെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപോലെ പഠിക്കണോ, ഇതെങ്ങനെ പഠിച്ചു തീർക്കും എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും വരാം. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കിപ്പോ എല്ലായിടത്തും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആൾക്കാരുണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ പേപ്പർ 1 നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സണലി നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പേപ്പർ 1 നിങ്ങളെ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന 4-5 ആൾക്കാരുണ്ട്. അത് ഞാൻ എന്റെ ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു 4 യൂണിറ്റ് ഫോക്കസ് ചെയ്താൽ പോലും നിങ്ങളുടെ സ്കോറിൽ വലിയ ഡിഫറൻസ് വരും. ഓക്കെ, നോക്കിയേ. ഒന്ന്, റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഞാൻ ആൾറെഡി പറഞ്ഞു, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒരു പാസേജ് ഉറപ്പായിട്ടും 5 ക്വസ്റ്റ്യൻ, അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും 5 ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാകും. അപ്പോ നിങ്ങൾക്ക് വേറെ പ്രയർ നോളജോ ഇത് പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കും മെറ്റീരിയലും നോട്ടും ബുക്കും ഒന്നും വേണ്ട. പ്രാക്ടീസ് ചെയ്താൽ മാത്രം, നിങ്ങളിത് നാളെ രാവിലെ തുടങ്ങി എക്സാമിന്റെ ഒരു 2 ദിവസം മുന്നേ വരെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം 5 മാർക്ക് കിട്ടുന്ന യൂണിറ്റ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. കാരണം നിങ്ങൾക്ക് ചില ഏരിയാസ്, ചില യൂണിറ്റുകളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ പറ്റുന്ന ഏരിയാസിൽ നിന്ന് മാക്സിമം മാർക്ക് അങ്ങ് മേടിച്ചു വെച്ചോളണം. അങ്ങനെ ഒരു യൂണിറ്റ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, എന്നാൽ നിങ്ങൾക്ക് മിനിമൽ എഫേർട്ടിൽ, ഇപ്പൊ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യാൻ മാക്സിമം പോയാൽ ഒരു ദിവസം 10 മിനിറ്റ് വേണ്ടി വരും. ആ ഒരു ദിവസം നിങ്ങൾ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5 ക്വസ്റ്റ്യൻ, അതായത് 10 മാർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയാം. രണ്ടാമത്തത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ മിസ്സേ നമ്മളിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ, നമുക്ക് DI അറിയില്ല, മാത്സ് അറിയില്ല, പേടിയാണ് എന്നൊക്കെ, പിന്നെ എങ്ങനെയാ സ്കോർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു നോക്കിയാൽ അറിയാം, എല്ലാം മറ്റേ ഒരേ അച്ചില് വാർത്ത പോലെ ഇരിക്കും. അതായത് വാല്യൂസ് മാത്രമേ, നമ്പറുകൾ മാത്രമേ മാറുള്ളൂ. ക്വസ്റ്റ്യൻ എല്ലാം സെയിം ആണ്. അതായത് ഇപ്പം A is dash % more than B, A is dash % less than B, A is dash % of B. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന്റെ ഫോമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ടെംപ്ലേറ്റിനകത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. നമുക്ക് ആ ജനറലി കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാല്യൂസ് എങ്ങനെ മാറി വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 സൈക്കിളായിട്ട് കണ്ടുവരുന്ന ട്രെൻഡ്, ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് വളരെയധികം സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈസിലി 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന, വലിയ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് ഇപ്പൊ കണ്ടുവരുന്നത് കേട്ടോ. അപ്പോ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അതുപോലൊരു സ്കോറിംഗ് ഏരിയ ആണ്. ലോജിക്കൽ റീസണിങ് ഞാൻ ആൾറെഡി പറഞ്ഞു, പഠിക്കാൻ രസമുള്ള, പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇല്ല. കാരണം ഇപ്പോ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ലോജിക്കൽ ഇക്വലൻസി കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. മോഡ് ആൻഡ് ഫിഗർ കണ്ടുപിടിക്കാൻ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു കോൺസെപ്റ്റ് പഠിച്ചു, ഒരു 1-2 തവണ കോൺസെപ്റ്റ് പഠിച്ച് തറവായി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ 5 മാർക്കും കിട്ടുന്ന ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയാം. അതിൽ ഇന്ത്യൻ ലോജിക്ക് മാത്രമായിരിക്കും കുറച്ചെങ്കിലും ആൾക്കാർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ എന്തായാലും വരുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഒരു 4 to 5 മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയാം. പിന്നെ വരുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ആൾറെഡി പറഞ്ഞു, ലിമിറ്റഡ് സിലബസേ ഉള്ളൂ. അപ്പൊ ഈ ലിമിറ്റഡ് സിലബസിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയാസ് ഉണ്ട്. ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനകത്ത് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഏരിയകളുണ്ട്. അപ്പൊ ആ ഏരിയകൾ ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും 4 to 5 മാർക്ക് കിട്ടുന്ന ഒരു യൂണിറ്റ് ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ എങ്കിൽ 4 യൂണിറ്റ് പഠിച്ചാൽ മതിയല്ലോ, ബാക്കി 6 യൂണിറ്റ് പഠിക്കണ്ടല്ലോ എന്നല്ല, നിങ്ങൾ മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കേണ്ട യൂണിറ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത്. ചിലപ്പം എൻവയോൺമെന്റിൽ നിന്നൊരു ക്വസ്റ്റ്യനോ, എൻവയോൺമെന്റിൽ നിന്നൊക്കെ റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതെല്ലാം A to Z പഠിച്ചു പോകാനായിട്ട് പറ്റില്ല. ഹയർ എഡ്യൂക്കേഷൻ ആയാലും അതെ, ഏതെങ്കിലും ഒക്കെ കുറച്ച് പഴയ കമ്മീഷൻ
കമ്മിറ്റിയോ കമ്മീഷനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കമ്മിറ്റീസും ഒന്നും അങ്ങനെ ഓർത്ത് വെച്ച് പോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൊക്കെ ഒന്ന് ഡ്രോപ്പ് ആയി പോയാൽ നമ്മളെ തിരിച്ച് സേവ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകളാണ് ഈ 4 യൂണിറ്റുകൾ എന്ന് പറയാം. കാര്യം മനസ്സിലായോ? ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നിങ്ങൾക്ക് കുറച്ചൊരു മാത്സ് ബേസ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ ഈ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയം തൊട്ട് പതിയെ പതിയെ ഓരോ ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് എന്തെങ്കിലും ഒരു സ്പെൻഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് 4 to 5 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി നമുക്ക് പറയേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെയും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മളിപ്പോ സിലബസ് എന്താന്ന് പറഞ്ഞു, 10 യൂണിറ്റ് ഉണ്ട്, അത് പഠിക്കാൻ ഏതൊക്കെ സ്കോർ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാനേ നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരു വഴിയിൽ കൊണ്ട് നിർത്തുകയെന്ന് വെക്കാം. നിങ്ങൾക്ക് കണ്ണ് കെട്ടിയിട്ടായിരിക്കുമോ നിങ്ങൾക്ക് നടക്കാൻ എളുപ്പം, അതോ കണ്ണ് തുറന്നിട്ടായിരിക്കുമോ നടക്കാൻ എളുപ്പം? നിങ്ങൾക്ക് തീരെ അറിയാത്തൊരു വഴിയാണ്. നിങ്ങൾക്ക് കണ്ണ് കെട്ടി നടക്കാനായിരിക്കുമോ ഈസി, കണ്ണ് തുറന്നിട്ട് നടക്കാനായിരിക്കുമോ? അങ്ങനെ കണ്ണ് തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ PYQs വേണം. അതായത് നിങ്ങൾ ഒരു ഡയറക്ഷനും ഇല്ലാതെ സിലബസ് പഠിച്ച് ഓക്കെ രാവിലെ ഒരു ദിവസം രാവിലെ പോയി എക്സാം എഴുതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസ് അല്ല ഇത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു ഡയറക്ഷൻ വേണ്ടേ, എങ്ങോട്ടാണ് പോവേണ്ടത് എന്നൊരു ഡയറക്ഷൻ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. ശരിക്കും നമ്മള് സിലബസ് PYQ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ബൈബിൾ എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ തന്നെ കൊടുക്കാം. ഇത് രണ്ടും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു നെറ്റ് ക്ലിയർ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, മിസ്സേ നമ്മൾ PYQs മാത്രം പഠിച്ചാൽ പോരെ, PYQs ഇമ്പോർട്ടന്റ് ആണല്ലോ, കൺസെപ്റ്റ് ഒന്നും പഠിക്കാതെ PYQs പഠിക്കട്ടെ, നടക്കില്ല. അതുപോലെ നമ്മൾ PYQs വേണ്ട, സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് പോട്ടെ, അതിലും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ മാർക്കും സ്കോറും ഒക്കെ എത്തത്തുള്ളൂ. അപ്പോ ഞാൻ ആൾറെഡി പറഞ്ഞു, നമുക്കൊരു ഡയറക്ഷൻ തരുന്നത് ശരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ ആ എക്സാം എന്താ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? വേണ്ടേ? ആ എക്സാം എന്താ നിങ്ങളിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്നത്, എന്താണ് അവർ നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് അറിയണ്ടേ? അതറിയാനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അതായത് നമ്മൾ മിനിമം ഒരു 8 to 10 വർഷത്തെ, അതിലും കൂടുതൽ കിട്ടിയാൽ അത്രയും നല്ലത്, ഒരു 10 ഇയേഴ്സിലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ അക്യുറസി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്നു, ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ആൻസർ കിട്ടി, 10ൽ എനിക്കൊരു 5 മാർക്കുണ്ട്, കൊള്ളാം, രസമുണ്ട്, ഇനിയിപ്പം ബാക്കി പഠിക്കാം. ഇതല്ല ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയാ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്ത് പഠിക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ ഉണ്ടാകും, എന്തുകൊണ്ട് അതിലൊരു ഓപ്ഷൻ ആൻസർ ആയി, എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് ആൻസർ ആയില്ല, നമുക്കത് ഡയറക്റ്റ്ലി അറിയാത്തൊരു കാര്യമാണെങ്കിലും അതിന്റെ ഹിന്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാ ആൻസറിലേക്ക് എത്തുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾ പഠിച്ച സാധനം നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ പഠിച്ചതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും പ്രതീക്ഷിക്കരുത് കേട്ടോ. നെറ്റ് പോലൊരു എക്സാമിന് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഒരു ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ആ പഠിച്ച കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു 1.5 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഒക്കെ നമുക്ക് ആര് വേണം, ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണം. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. അതായത് എക്സാമിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഓരോ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഇൻഡെപ്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി എത്രത്തോളം കിട്ടുന്നുണ്ട്, നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകുന്നത് റൈറ്റ് ട്രാക്കിലാണോ, ഇങ്ങനെ
ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആക്ച്വലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഓരോ യൂണിറ്റും പഠിച്ചു തീരുമ്പോൾ തന്നെ പാരലൽ ആയിട്ട് എന്തും ചെയ്തു പോകണം, ക്വസ്റ്റ്യൻസും ചെയ്തു പോകണം. ചില ആൾക്കാരുണ്ട് പേപ്പർ 1 കംപ്ലീറ്റ് പഠിച്ച് തീർന്നിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെക്കും. അങ്ങനെയല്ല, പഠിച്ച് ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ എന്തും കൂടി സ്റ്റാർട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ തന്നെ ഒരു 40+ മാർക്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പേപ്പർ 1 കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. കൃത്യമായിട്ട് സിലബസ് കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് പഠിക്കുക, അതിന്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു സ്കോർ ബൂസ്റ്റ് ചെയ്യുന്ന ഏരിയാസിനെ കുറിച്ച് ഫോക്കസ് കൊടുത്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, സമാധാനമായിട്ട് പോലും എക്സാം എഴുതുക. നിങ്ങൾക്ക് റിസൾട്ടിൽ യു ആർ ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആൻഡ് JRF എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു റിസൾട്ട് നിങ്ങളുടെ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ പേരും ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് പേപ്പർ 2 ജനറൽ ആയിട്ട് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ സ്വാതി മിസ് ഉണ്ട്. ഞാൻ സ്വാതി മിസ്സിനെ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ്. മിസ് പ്ലീസ്. Thank you, Miss. Good evening, all. Good evening. Audible alle കേൾക്കാലോ എല്ലാവർക്കും? കേൾക്കാലോ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അലൻ സാറും ആതിര മിസ്സും എക്സാം റിലേറ്റഡ് ആയിട്ടും പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലേ? സാർ പറഞ്ഞ ഡിറ്റർമിനേഷനെ കുറിച്ച്, പിന്നെ മൈൻഡ് സെറ്റ് ഇസ് വാട്ട് ആക്ച്വലി മാറ്റേഴ്സ് അല്ലെ, എക്സാം ഹാളിലെ പ്രിപ്പറേഷന്റെ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ ഒരു 70% ആൻഡ് അബവ് മാറ്റർ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് അല്ലെ. അതൊക്കെ അലൻ സാർ പറഞ്ഞു തന്നല്ലോ. പിന്നെ എക്സാമിനെ കുറിച്ച് ആതിര മിസ്സിന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് സിലബസ് എന്താണ്, എവിടെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം, TYQ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിന്റെ പ്രിപ്പറേഷന്റെ സമയത്തും എക്സാം ഹാളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ എല്ലാവരും? സെറ്റല്ലേ? ഓക്കെ, അലൻ സാർ നമ്മുടെ ഡിറ്റർമിനേഷന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഡിറ്റർമിനേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് എഴുതാൻ പോണ ആൾക്കാരാണെങ്കിലും ഒത്തിരി വട്ടം എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ഡിറ്റർമിനേഷൻ നിങ്ങൾ കാണിച്ചു എന്നുള്ളതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്നത്തെ ഈ ഒരു വെബിനാർ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത്, അറ്റൻഡ് ചെയ്തു എന്നുള്ളത് അല്ലേ? അതുകൊണ്ട് ആദ്യം തന്നെ നമുക്കൊന്ന് സ്വയം കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോണത് റിവിഷനെ കുറിച്ചാണ്. നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന ആൾക്കാരാണോ? ഡിഗ്രി PG ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ റിവിഷൻ ചെയ്തിട്ട് എക്സാം എഴുതാൻ പോണ ആൾക്കാരാണോ? റിവിഷൻ ആണോ? എങ്ങനെയാണ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ എങ്ങനെയാണ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പഠിച്ച പോർഷൻസ് എടുത്തിട്ട് വായിക്കുന്നു, എഴുതി നോക്കുന്നു, എന്താ ചെയ്യാ? റിവിഷൻ നിങ്ങൾ എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് വായിച്ചു നോക്കുകയാണോ ചെയ്യാ? നമ്മൾ ഓൾറെഡി ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്യുക അല്ലെ? പഠിച്ചത് റിപ്പീറ്റ് ചെയ്ത് നോക്കും, പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് ടൈമിൽ അത് നോക്കുക അല്ലെ? കാരണം നമുക്ക് ലെങ്തി ആയിട്ട് നോട്ട്സ് ഒന്നും നോക്കാനുള്ളത് യെസ് ഒന്നുകൂടെ വായിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം നല്ല റിവിഷൻ മെത്തേഡ് ആണ്. ഞാൻ ഒരു റിവിഷൻ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. അതൊന്ന് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, കീ പോയിന്റ്സ്, മെയിൻ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം റിവൈസ് ചെയ്യാന്നുള്ളത് അല്ലെ? നമ്മൾ ആക്ച്വലി ഈ റിവിഷൻ എന്ന് പറയുന്നത് എക്സാം കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ എക്സാം കഴിഞ്ഞ് നമ്മുടെ പ്രിപ്പറേഷൻ മൊത്തം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ റിവിഷൻ എന്ന് പറയുന്നത്? നമ്മൾ പേപ്പർ 1 എല്ലാം പഠിച്ച് പേപ്പർ 2 നമ്മൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് ആണ് റിവിഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള ഒരു സമയം കിട്ടുമോ? ഒരിക്കലും അല്ലല്ലോ. നമ്മൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് പഠനത്തിന്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ട കാര്യമല്ലേ റിവിഷൻ എന്നുള്ളത്? ഓക്കെ, അത് നിങ്ങൾക്കൊക്കെ അറിയാലോ. സന്തോഷം. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരാഴ്ച നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് ആ ആഴ്ചക്ക് നമ്മളിപ്പോ വീക്കെൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യാം, അത് റിവൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ഈ ഒരു ഫെബ്രുവരി മാർച്ചിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ജൂണിൽ അത്രയും ക്ലിയർ ആയിട്ട് ഓർമ്മ ഉണ്ടാവണമെന്നുണ്ടോ? നമ്മൾ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെ? പേപ്പർ 1 പേപ്പർ 2 അപ്പൊ അത്രയും കാര്യങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾ റിവൈസ് ചെയ്തില്ലേ ഓർമ്മ ഉണ്ടാവോ?
ഈ പ്രോപ്പർ ആയിട്ട് നമുക്ക് റിവിഷൻ ഇല്ല എന്നുള്ളതിന്റെ സൂചന എന്താണെന്നറിയോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഞാൻ എവിടെയോ കണ്ടതാണല്ലോ, ഇതെനിക്ക് നന്നായിട്ട് അറിയാലോ, ഇതിന്റെ ആൻസർ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടല്ലോ, പക്ഷെ കിട്ടുന്നില്ലല്ലോ. ആ ഒരു സംഭവം ഇല്ലേ? നമുക്ക് ഓർമ്മ വരാതിരിക്കുക, നമുക്ക് റീകോൾ ചെയ്തിട്ട് നന്നായിട്ട് എന്താ പറയാ നമ്മൾ പഠിച്ച നോളജിനെ റീകോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ വരിക. അതായത് പഠിച്ച ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ വരിക എന്നൊക്കെ പറയുന്നത് എന്തിന്റെ എന്താ പറയാ അഭാവമാണ് കാണിക്കുന്നത്? നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്തില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ റിവിഷൻ നമ്മൾ എന്ത് ചെയ്യാ? നിങ്ങള് ഇനി ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കും. നമ്മളിപ്പോ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ ഒരു ടോപ്പിക് എടുക്കുന്നു അല്ലെ, നിങ്ങളിപ്പോ ഒരാഴ്ച പഠിച്ച ടോപ്പിക് നിങ്ങൾ ശനിയാഴ്ച എടുത്ത് ശരി ഞായറാഴ്ച എടുത്ത് നിങ്ങൾ നോക്കുകയാണ്. അപ്പൊ ഒരു ടോപ്പിക്കിന്റെ പേര് നിങ്ങൾ കാണാം. പേര് നിങ്ങൾ കാണുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ നമ്മളിപ്പോ എന്താ പറയാ പീപ്പിൾ ഡെവലപ്മെന്റ് നമ്മളിപ്പോ NEP എന്നുള്ളൊരു ടോപ്പിക് കാണുന്നു, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിംഗ് നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ, മൂഡ് ആൻഡ് ഫിഗർ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്ക് ഒന്ന് അടച്ചു വെക്കുക. ബുക്ക് അടച്ചു വെച്ചിട്ട് നിങ്ങളൊന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നൊന്ന് ശ്രമിക്കുക. കാരണം എക്സാം ഹാളിൽ നമ്മൾ റീകോളിംഗ് അല്ലേ ചെയ്യേണ്ടത്? അല്ല, എക്സാം ഹാളിൽ നമ്മുടെ മുന്നിൽ നമ്മൾ പഠിച്ച നോട്ടോ ബുക്സോ എന്തെങ്കിലും ഉണ്ടാവോ? നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ പഠിച്ച മെമ്മറിന്ന് റീകോൾ ചെയ്തെടുക്കുകയല്ലേ വേണ്ടത്? ആണോ അല്ലയോ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? അതേ മെത്തേഡ് നമ്മൾ ആദ്യമേ നമ്മളെ ഫോളോ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ആ റീകോളിംഗ് എളുപ്പാവില്ലേ? അതിനെന്ത് ചെയ്യാ? നിങ്ങൾ ആദ്യം ഒന്നും എന്ത് ചെയ്യില്ല, നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും ഓർമ്മ വരില്ല, ഒരു ടോപ്പിക്കിൽ നമുക്ക് ഒന്നും ഓർമ്മ വരില്ല, പിന്നെ അത് പഠിക്കുക. ഒന്നും ഓർമ്മ വരുന്നില്ല ആ ടോപ്പിക്ക് പിന്നെയും പഠിച്ചിട്ട് പിന്നെയും റിവൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ജിൻസി ചോദിച്ചത് ക്വസ്റ്റ്യൻ മലയാളം ഓർ ഇംഗ്ലീഷ്? അതായത് നമ്മൾ എക്സാമിന് ഏത് മീഡിയത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് ജിൻസി ചോദിച്ചത്. ഒന്നുകൂടെ ക്ലിയർ ആക്കി ചോദിക്കണേ. എക്സാം നമ്മുടെ ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷിലായിരിക്കും. ജിൻസിയുടെ സെക്കൻഡ് പേപ്പർ ഏതാ? സെക്കൻഡ് പേപ്പർ ഓക്കെ, ടൈപ്പ് ചെയ്തിട്ടോളൂ കേട്ടോ, ഞാൻ പറയാമേ. അപ്പൊ എന്ത് ആ തരത്തിൽ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്തെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ബ്രെയിനിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? എക്സാം ഹോളിലേക്ക് പോവാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? നമ്മൾ ഓർത്തെടുത്ത കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഓർത്തെടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം? പറഞ്ഞ് ആരെങ്കിലും പഠിപ്പിക്കുന്ന പോലെ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലൊക്കെ ഒരു വോയിസ് നോട്ട് ആക്കിയിട്ട് അത് അയച്ചിടാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എഴുതി നോക്കാം. എഴുതി നോക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം എഴുതുമ്പോൾ നമ്മൾ അത്രയും പിന്നെ അത് എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓർത്തോണ്ടിരിക്കുകയാണ്, കണ്ടോണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത് അല്ലെ? നമ്മളിങ്ങനെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ. അപ്പൊ ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യമൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ആ ടോപ്പിക്കിൽ ഒന്നും എന്താ പറയാ ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ പിന്നെയും പോയി പഠിക്കുക. രണ്ടാമത് റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു 2 പോയിന്റ് കിട്ടും. മൂന്നാമത് റിവൈസ് ചെയ്യുമ്പോൾ ഒരു 5 പോയിന്റ് കിട്ടും. നാലാമത് റിവൈസ് ചെയ്യുമ്പോൾ ഒരു 10 പോയിന്റ് കിട്ടും. അങ്ങനെ ഒരു 5ാമത്തെ തവണത്തെ റിവൈസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ടോപ്പിക്കുകളെ എല്ലാ എന്താ പറയാ നമ്മൾ പഠിച്ച ടോപ്പിക്സും നമുക്ക് പോയിന്റ്സും നമുക്ക് റീകോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ എന്ത് ചെയ്യുക? ആക്റ്റീവായിട്ട് റീകോൾ ചെയ്തെടുക്കുന്ന കൈൻഡ് ഓഫ് ഒരു റിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യാം. അതുപോലെ തന്നെ ഈ പേപ്പർ 1 ഇംഗ്ലീഷിലാണ്. ഇനി പേപ്പർ 1 ഇംഗ്ലീഷിലല്ല എന്താ പറയാ നിങ്ങൾക്ക് അവിടെ എന്താ പറയാ എക്സാമിന്റെ മീഡിയം മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷിലും കാണാൻ പറ്റും, ഹിന്ദിയിലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ എന്തുണ്ട് ഈ ഒരു റിവിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ലാസ്റ്റ് ടൈമിലോട്ട് മാറ്റി വെക്കരുത്. നമ്മൾ ഓരോ വീക്കിലും റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ഒരു മന്തില്ലേ അത് നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രമല്ല റിവിഷനും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നതിനും വേണ്ടി മാത്രം മാറ്റി വെക്കുവാണെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങളുടെ റിസൾട്ടിലും എക്സാം ഹോളിലുള്ള നിങ്ങളുടെ പെർഫോമൻസിലും റിഫ്ലക്ട് ചെയ്യും. അത് വളരെ പാടുള്ള ഒരു കാരണം. നമുക്കിപ്പോ എന്താണെന്നറിയോ എക്സാമിന്റെ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ അയ്യോ ഞാൻ പഠിച്ചു തീർന്നില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? മുമ്പ് എഴുതിയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ, എനിക്ക് ഇത്രയും ടോപ്പിക്സ് ബാക്കിയുണ്ടല്ലോ തോന്നില്ലേ? അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ വെച്ചിട്ട് പഠിച്ചത് തന്നെ പിന്നെയും പഠിക്കുമ്പോൾ ഇതെനിക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ പുതിയത് പഠിക്കട്ടെ എന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. ആ ടെൻഡൻസി നമ്മളെ നല്ല എന്താ പറയാ ഒരു എക്സാമിനുള്ള പെർഫോമൻസിലോട്ടെല്ലാം നയിക്കുക. കാരണം ഈ ഒരു എക്സാമിന് നമ്മൾ പിന്നെയും പഠിക്കുക എന്നുള്ളതല്ല, പഠിച്ച കാര്യങ്ങള് എത്ര വൃത്തിയായിട്ട് നമ്മൾ എക്സാം ഹോളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വാട്ട് ആക്ച്വലി മാറ്റേഴ്സ്. അപ്പൊ എന്ത് ചെയ്യുക? അവസാനത്തെ ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പേപ്പർ 1നും പേപ്പർ 2നും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങള് നല്ല വൃത്തിയായിട്ട് റിവൈസ് ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യും.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതിനംസ് നേരത്തെ പറഞ്ഞു തന്നല്ലോ നിങ്ങളോട്, ജസ്റ്റ് എന്താണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്, നമ്മുടെ പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കാണുന്നു, എനിക്ക് അത് ആൻസർ ചെയ്യുന്നു, ശരിയായോ തെറ്റായോ എന്ന് നോക്കുന്നു, അടുത്തതിലോട്ട് പോകുന്നു, അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷനിൽ നിന്നും പഠിക്കാം. ഏതെങ്കിലും ഓപ്ഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനകത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതായത് നമുക്കിപ്പോ ഒരു ചോദ്യം ഉണ്ടാവും, ഈ 4 ഓപ്ഷനിൽ ഒരെണ്ണം മാത്രമല്ലേ അതിന്റെ ആൻസർ ആവുള്ളൂ അല്ലെ? അപ്പൊ ബാക്കി 3 ഓപ്ഷൻ എവിടുന്ന് വന്നു, അത് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് പഠിച്ചാല് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് 4 to 5 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളെ മറ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഒത്തിരി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ പറയുക, ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് അടുത്തായിട്ട് പറയാം. അതായത് നന്നായിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് മാക്സിമം പോർഷൻസും കവർ ചെയ്ത് എക്സാം ഹോളിൽ പോയിട്ടുള്ള കുട്ടികള് പറഞ്ഞിട്ടുള്ള, അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ള കുട്ടികൾ പോലും പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നന്നായിട്ട് നമ്മളൊരു 6 months ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു 3 hour നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ആ എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് പോവാന്ന് പറയാൻ അത്രയും വിഷമമുള്ള ഒരു കാര്യമുണ്ടോ? കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തു അല്ലേ, ഹാർഡ് വർക്ക് ചെയ്തല്ലോ. അപ്പൊ ആ ഹാർഡ് വർക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കാണിക്കേണ്ടത് എവിടെയാ, നമ്മുടെ എക്സാം ഹാളിലല്ലേ. ആ നമ്മള് 6 months ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം നമുക്ക് എക്സാം ഹാളില്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സാം ഹാളിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, എക്സാം ഹാളിൽ പോയിട്ട് ആദ്യമായിട്ട് ഒരു എക്സാം എഴുതുന്നത് പോലെ ആകുമ്പോൾ നമ്മൾ പാനിക് ആവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അതിനെന്താ, ഈ ടൈം മാനേജ്മെന്റിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നിങ്ങള് എന്താ പറയാ, എത്ര വട്ടം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും വട്ടം നിങ്ങൾ എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സാം ഹാളിൽ ഉള്ളതുപോലെ തന്നെ 3 hour കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് എടുക്കുക. അങ്ങനെ എടുത്തു നോക്കിയ ആരെങ്കിലും ഉണ്ടോ കഴിഞ്ഞ തവണ എക്സാം എഴുതിയ ആൾക്കാര്? 3 hour ടെസ്റ്റ് എടുത്ത് നോക്കിയ ആൾക്കാര് ഉണ്ടോ? കാരണം എന്താ, നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് 3 hour അല്ല, നമ്മൾ ഏകദേശം ഒരു 4 to 4.5 hours നമ്മൾ എക്സാം ഹാളിൽ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ മെന്റലി ഫിസിക്കലി നമ്മൾ അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടുള്ള ഒരു കാര്യമല്ലേ. നമ്മളൊരു സിസ്റ്റത്തിന്റെ മുന്നിൽ എന്താണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നമ്മൾ എന്താണ് അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് സമയം. അപ്പൊ തന്നെ നമുക്കൊരു ക്ഷീണിക്കും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് വേണ്ടി നമ്മൾ എക്സാമിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്കലി മെന്റലി പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകാം. അതിനുള്ള ഒരേ ഒരു വഴിയാണ്, നമ്മുടെ എക്സാം നടക്കുന്നത് എന്താ പറയുക, 2 ഷിഫ്റ്റുകൾ ഉണ്ട് നമുക്ക്. മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, എന്താ പറയുക ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്. ഒരു 9 to 12 ആണ് മോർണിംഗ് ഷിഫ്റ്റിലുള്ള എക്സാമിന്റെ ടൈം. അതായത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നമ്മൾ 3 to 6 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ അതേ സമയത്ത് കംപ്ലീറ്റ്ലി 3 hour നിങ്ങൾ ഇരുത്തിയിട്ട് എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെ എക്സാം എഴുതൂ അതുപോലെ ടെസ്റ്റുകൾ എടുക്കുക. അതൊന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും. ഇത് എന്താ പറയാ, ഒത്തിരി ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും എക്സാം ഹാളിൽ ഇത് നിങ്ങളെ എന്താ പറയാ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾ അവിടെ എക്സാം എഴുതാൻ പോകുമ്പോൾ എന്താ പറയാ, മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എന്താ പറയാ, നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ആപ്പിൽ എന്തുണ്ട്, പേപ്പർ 1ന്റെ പേപ്പർ 2ന്റെയും എന്താ പറയുക പേപ്പർ 1ന്റെ 1 hour ടെസ്റ്റുകൾ അങ്ങനെയുണ്ട്. പേപ്പർ 2ന്റെ അല്ലെങ്കിൽ എന്തുണ്ട്, പേപ്പർ 2ന്റെയും നമ്മൾ അതേപോലെ തന്നെ 2 hour ആയിട്ടുള്ള ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ഉണ്ട്. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, മെന്റിയുടെ സൈറ്റിൽ എന്തുണ്ട്, അവരുടെ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈമറൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് 3 hour എന്ത് ചെയ്യുക, അത് എഴുതി തീർക്കുക. ഓക്കെ, ആ 3 hour മാത്രമേ കൊടുക്കാവൂ എക്സാം ഹാളിൽ. കറക്റ്റ് നിങ്ങൾക്കുള്ള സമയം അത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം ഇങ്ങനെ ചെയ്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. 3 hour, ഓക്കെ 3 hour ഞാൻ എഴുതിയിട്ടുണ്ട്, ഒത്തിരി 3 hour ടെസ്റ്റുകൾ ഞാൻ എടുത്തു, അപ്പൊ ഇതെനിക്ക് വലിയ കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരില്ലേ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് ഒരു 3 hour ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് എങ്ങനെയാവും, അയ്യോ 3 hour എനിക്ക് ഇരിക്കാൻ പറ്റുമോ, എന്നെ എനിക്ക് ഫിസിക്കലി മെന്റലി ഇവിടെ സിസ്റ്റത്തിന് മുന്നിൽ ഇരുത്താൻ പറ്റുമോ, പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടെ ഫോക്കസ് ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻസ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ടെൻഷനേ നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിന് മുന്നിലേക്ക് നമ്മൾ എന്താ ആലോചിക്കും, 3 hour ടെസ്റ്റ് ഞാൻ മുമ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലെ, കുറെ വട്ടം ഞാൻ 3 hour ടെസ്റ്റ് എടുത്തിട്ടുള്ളതാണ്, അപ്പൊ കുഴപ്പമില്ല. നല്ല കൂളായിട്ട് ഇരുന്നാല്, നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം എന്ത് ചെയ്യണം, നമ്മൾ ഈ 3 hour ടെസ്റ്റുകൾ മുമ്പേ എടുത്തിരിക്കണം. പിന്നെ നമുക്ക് എക്സാം ഹാളില്
എന്താ പറയുക, ഞാൻ ഈ സ്മാർട്ട് വർക്കിന്റെ കാര്യം പറയാം. ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഒരു കുഞ്ഞു കാര്യം മാത്രമേ അറിയൂ എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനുകളിൽ ഇപ്പൊ ഒരു ഓപ്ഷൻ മാത്രമേ അറിയൂ എന്ന് വിചാരിക്കാം. ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടും ആ ഓരോ ഓപ്ഷനിലുള്ള അറിവ് വെച്ചിട്ടും നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റാവുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ചിലപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുമ്പോ അല്ലെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ മാത്രമേ അറിയുള്ളെങ്കിലും ആ ഓപ്ഷൻ മാത്രം മാച്ച് ചെയ്തുകൊണ്ടുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാ. ബാക്കി അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ചോദ്യം കാണുമ്പോൾ അയ്യോ എനിക്കിത് അറിയില്ലല്ലോ എന്നോർത്ത് പാനിക് ആവാതെ അതിലെനിക്ക് എന്തറിയാമെന്ന് ആലോചിച്ചിട്ട് ഒരു കുഞ്ഞു നോളജ് ആണെങ്കിൽ കൂടെ അത് അതിനകത്തോട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് അതിൽ എന്തറിയാം എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. കാരണം പാനിക് ആയാൽ എന്ത് ചെയ്യും, നമുക്ക് 2 മാർക്ക് പോകും. എങ്ങനെയെങ്കിലും എനിക്ക് 2 മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, ഞാനിത് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ, ഇതിനകത്തുള്ള ഓരോ ഓപ്ഷൻ എങ്കിലും എനിക്ക് അറിയാമോ എന്ന് ചിന്തിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ ഗട്ട് ഫീലിംഗിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണോ? നമുക്ക് ചില ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും വെറുതെ നമുക്ക് തോന്നില്ലേ ഇതായിരിക്കാം ആൻസർ, ഇതേ വരുള്ളൂ എന്നൊക്കെ ചില ഓപ്ഷൻ കാണുമ്പോൾ തോന്നാറുണ്ടോ? വെറുതെ നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? അത് നിങ്ങൾ നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ ഒന്ന് വിശ്വസിച്ച് നോക്കുക. പക്ഷെ ഈ എന്താ പറയുക, അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം നമ്മൾ നേരത്തെ ആദിരാമിസ് പറഞ്ഞതുപോലെ എക്സാം ഹോളിൽ പോയിട്ട് പരീക്ഷിക്കാൻ പാടില്ല, നമ്മൾ ഇവിടെ പരീക്ഷിച്ചിട്ട് പോകണം. പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഫുൾ ലെങ്ത് 3 hour ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു തോന്നലിന്റെ പുറത്തുള്ള ആൻസേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ചെയ്തതിൽ ഒരു 70% നിങ്ങൾക്ക് ശരിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിന് എന്ത് ചെയ്യണം, എക്സാം ഹോളിൽ വിശ്വസിക്കാം. കാരണം ഗട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തോന്നൽ ഉണ്ടാവണം. ആക്ച്വലി ഈ ഒരു തോന്നൽ എന്ന് പറയുന്നത് എന്താ, വെറുതെ ഉണ്ടാവുന്നതല്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എവിടെയോ വായിച്ചതോ, നമ്മൾ ഡിഗ്രി സമയത്തോ PG സമയത്തോ അല്ലെങ്കിൽ നെറ്റ് പ്രിപ്പറേഷന്റെ സമയത്തോ ഒക്കെ എവിടെയോ വായിച്ചതോ പഠിച്ചതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് എന്ത് ഈ ഗട്ട് ഫീലിംഗ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, അത് നിങ്ങളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ചിലത് കണ്ടാൽ, അതായത് ഒരു ക്വസ്റ്റ്യൻ കാണുന്നു 4 ഓപ്ഷൻ കാണുന്നു. അപ്പൊ അതില് ഓപ്ഷൻ B നിങ്ങൾക്ക് എന്തായാലും വരില്ല എന്ന് ഉറപ്പാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ABCD എന്നിട്ട് ഓപ്ഷൻ B നിങ്ങൾക്ക് എന്തായാലും വരില്ല എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ആ ഒരു ഓപ്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അത് എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ പോരെ? അങ്ങനെ ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനത്തെ എലിമിനേഷൻ ടെക്നിക് ഒക്കെ നമ്മളെ ഒത്തിരി, അത് ഫസ്റ്റ് പേപ്പർ പോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ സെക്കൻഡ് പേപ്പറിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രാറ്റജി ആക്ച്വലി നമുക്കൊരു പ്ലാൻ ഉണ്ടാവുക, അത് വളരെ ഭംഗിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, സ്ട്രാറ്റജിക്കൽ ആയിട്ടൊക്കെ പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാം ഹാളിൽ ഇരിക്കുന്നത് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം പ്രിപ്പറേഷൻ എന്തെങ്കിലും പാളിച്ച വരുന്നുണ്ടോ അത് അത്രയും മോശമായിട്ട് നമ്മുടെ എക്സാമിനെ ബാധിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ ഭംഗിയായിട്ട്, കുറച്ച് കഷ്ടപ്പാടായിരിക്കും എന്നാലും എന്ത് ചെയ്യാം, നന്നായിട്ട് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി അതിനനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, എക്സാം നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് എഴുതിയിട്ട് ആ ഒരു ടോപ്പ് 6%-ലും ടോപ്പ് 1%-ലും നിങ്ങൾക്ക് എത്താൻ പറ്റും. നെറ്റും JRF കിട്ടുന്ന ആൾക്കാരിലൂടെ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഈ വട്ടമാണെങ്കിൽ നമ്മുടെ എക്സാം കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോ എത്ര പേർക്ക് റിസൾട്ട് ഉണ്ടെന്ന് ചെക്ക് ചെയ്തപ്പോ JRF കൊടുത്ത ആൾക്കാരുടെ എണ്ണം അവർ 1% കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഏകദേശം അടുത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നെറ്റ് കൊടുത്ത ആൾക്കാരുടെ എണ്ണം ഈ വട്ടം കൂടുതലാണ്. അപ്പൊ അത് നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. 6%-നേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നെറ്റ് കിട്ടിയിട്ടുണ്ട്, ഈ വട്ടം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രതീക്ഷ കൂടുതലുള്ള ഒരു കാര്യമല്ലേ? കാരണം നമ്മൾ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ അല്ലെ? നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ കിട്ടും. അതുപോലെ നിങ്ങൾ വിചാരിക്കരുത് ഈ ലോകത്ത് ഇപ്പൊ എന്റെ സബ്ജക്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എല്ലാം അറിഞ്ഞൊരാൾക്ക് മാത്രമേ ഇംഗ്ലീഷിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ, JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നമ്മുടെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്. അതില് എല്ലാം പഠിക്കുക, നമ്മൾക്കൊരു കടൽ പോലെ എന്നൊക്കെ പറയില്ലേ, മൊത്തം പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം
ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ പഠിച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് പേപ്പേഴ്സിൽ ഉണ്ടാവുക. അത് പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് പിന്നെയുണ്ട് അല്ലെ. നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട്, അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നോളജ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടൈം അവിടെ ഉണ്ട് അല്ലെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു എക്സാം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക എന്നുള്ളത്. കാരണം ഈ എക്സാമിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇഫ് യു നോ ഇനഫ് ഇറ്റ് ഇസ് ഇനഫ് ടു ക്വാളിഫൈ ദിസ് എക്സാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാം അറിയണം എന്നുള്ളതല്ല, ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന വ്യക്തമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? എല്ലാം അറിയണമെന്നില്ലെന്നുള്ളത് മനസ്സിലായല്ലോ. പക്ഷെ ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് സ്ട്രാറ്റജിക്കലി പഠിക്കുന്ന ആൾക്കാർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ കാണിക്കുന്ന ചില മിസ്റ്റേക്സ് എന്താന്ന് വെച്ചാല്, ഈ ഒരു നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ സ്റ്റക്ക് ആയിട്ടിരിക്കാൻ പാടില്ല. അതായത് നമുക്ക് അറിയില്ലെങ്കിൽ, കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും 2 മാർക്കേ ഉള്ളൂ അല്ലെ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് ഏതെങ്കിലും ഒരു തോന്നുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കാരണം നിങ്ങൾക്ക് അറിയുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവൈറ്റ് ചെയ്യാണ് എക്സാമിന്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റക്കായി പോകാൻ പാടില്ല. ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത് വേറൊരു കാര്യത്തിന്റെ കൂടെ. അതായത് മാത്സ്, ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മാത്സ് വെച്ചിട്ട് എക്സാം എഴുതാനായിട്ട് തുടങ്ങും. അപ്പൊ മാത്സ് വെച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണത്, അതായത് എനിക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സ് വെച്ചിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് മാത്സിനായിട്ട് ഒരു സമയം മാറ്റി വെച്ചിട്ട് അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പേഴ്സണലി എക്സാം ഹോളിൽ ഫോളോ ചെയ്ത ഒരു ടൈം മാനേജ്മെന്റ് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്, എനിക്ക് ഏറ്റവും ഇഷ്ടം റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ്. എന്റെ സെക്കൻഡ് പേപ്പർ ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് വായിക്കാനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, റീഡിംഗ് കോംപ്രിഹെൻഷൻ വെച്ച് തുടങ്ങും. പേപ്പർ 1ലെയും പേപ്പർ 2ലെയും റീഡിംഗ് കോംപ്രിഹെൻഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ എന്ത് ചെയ്യും, പേപ്പർ 1ലെ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാത്സിന് ഡിവോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടൈം എന്ത് ചെയ്യണം, മാത്സിന് വേണ്ടി തന്നെ കൊടുക്കണം. എന്നിട്ട് ഞാൻ എന്റെ പേപ്പർ 1ന് 1 hour ആണ് നമുക്ക് ടെസ്റ്റ് ഉള്ളതെങ്കിൽ, നിങ്ങൾക്ക് അറിയാലോ നമുക്ക് മാറ്റി മാറ്റി എടുക്കാന്നുള്ളത് അറിയാലോ. പേപ്പർ 1 ചെയ്ത് എന്താ പറയാ, അതിന്റെ ഇടയിൽ നമുക്ക് പേപ്പർ 2ലോട്ട് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ആവാം, തിരിച്ചു വരാം, അങ്ങനെയൊക്കെ എന്തുണ്ട് നമുക്ക് ചെയ്യാം. അതൊക്കെ അറിയാലോ എല്ലാവർക്കും. അല്ലാതെ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം മാത്രമേ അടുത്ത പേപ്പറിലോട്ട് പോകാവുന്നൊന്നുമില്ല. നമുക്ക് സെക്കൻഡ് പേപ്പർ വെച്ച് തുടങ്ങാം, ഫസ്റ്റ് പേപ്പർ വെച്ച് തുടങ്ങാം, ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി നോക്കാം, അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറെ എന്താ പറയാ നല്ല ഫെസിലിറ്റീസ് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പേപ്പർ 1ന് 1 hour കൂടാതെ എന്റെ പേപ്പർ 2ന്റെ ഒരു 15 മിനിറ്റൂടെ ഞാൻ പേപ്പർ 1ന് കൊടുക്കും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കാരണം എനിക്ക് മാത്സ് ചെയ്യാൻ കുറച്ച് സമയം വേണം. അപ്പൊ ആ സമയം ആ ഒരു 15 മിനിറ്റിൽ എനിക്ക് കിട്ടും. എന്നിട്ട് ബാക്കി എന്റെ ടൈം എന്ത് ചെയ്യുന്നു, പേപ്പർ 2ന് വേണ്ടിയിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും എക്സാമിന് പോകുന്നതിന് മുമ്പ് എക്സാം ഹോളിൽ ആ 3 hour നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പോവാം. അതായത് ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ ഞാൻ ഇത് ചെയ്യും, പിന്നെ ഞാൻ ഇത് ചെയ്യും, പേപ്പർ 1ന് ഞാൻ ഇത്ര ടൈം കൊടുക്കും, ബാക്കി മൊത്തം ടൈം ഞാൻ ഇതിന് കൊടുക്കും, അവസാനത്തെ ഒരു 5-10 മിനിറ്റ് ഞാൻ എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് നോക്കാനും എന്തെങ്കിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതായി പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടും ഞാൻ യൂസ് ചെയ്യും. ഇങ്ങനെ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ കൗണ്ട് ഡൗണിലാണ് നമ്മൾ എക്സാമിന്റെ ടൈം ഉണ്ടാവുക. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കറക്റ്റ് എക്സാം ഹോളിൽ 3 hours എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. കാരണം നിങ്ങൾക്ക് ആ ടൈം കാണുമ്പോൾ മനസ്സിലാവുന്നത്, ഓക്കെ ഞാൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഡിവോട്ട് ചെയ്തിരിക്കുന്ന ടൈം ഇപ്പൊ തീരും, അല്ലെ ഇനി ഞാൻ മറ്റേതിലോട്ട് പോകണം. ഇങ്ങനെ മാനേജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം മാനേജ്മെന്റ് എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് വരില്ല. മനസ്സിലായോ? ടൈം മാനേജ്മെന്റിന് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് എന്ത് പറഞ്ഞത്, 3 hour ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? കാരണം 3 hour എടുക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ടൈമിന് അവിടെ മാനേജ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമ്മുടെ റിവിഷന്റെ പ്രാധാന്യത്തെ കുറിച്ച്, പിന്നെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച്, PYQയുടെ പ്രാധാന്യം, അല്ലെ എങ്ങനെ റിവൈസ് ചെയ്താൽ നമുക്കത് നല്ല വ്യക്തമായിട്ട് എക്സാം ഹോളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും,
എന്നൊക്കെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, പേഴ്സണലി ഓരോരുത്തരും ചിന്തിച്ചിട്ട് ഓരോരുത്തർക്കും പഠിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. എന്നിട്ട് ഇനിയുള്ള ഒരു, കാരണം നമ്മളിനി 6 മാസം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കിനി ആകെ എന്തേ ഉള്ളൂ, 3 മാസമേ ഉള്ളൂ എക്സാമിന്. നിങ്ങൾ ആലോചിച്ചൊക്കെ മാർച്ച് തുടങ്ങി, മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഒരു ആദ്യത്തെ അതായത് ഒരു സെക്കൻഡ് വീക്കോട് കൂടെ നമ്മുടെ എക്സാം ഉണ്ടാവും. അപ്പൊ ഒരു 3 മാസവും ഒരാഴ്ചയും നിങ്ങൾ കൂട്ടിക്കും. അപ്പൊ ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി നിങ്ങളുടെ മാക്സിമം എമൗണ്ട് ഓഫ് ടൈം ഓരോ ദിവസവും എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുക, നമ്മുടെ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജൂലൈയിൽ റിസൾട്ട് വരുമ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിഫൈഡ് ഫോർ എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഫോർ JRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൽ കാണാൻ പറ്റും അല്ലെ. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എല്ലാവരും ഇന്നിവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നേ അല്ലെ. അങ്ങനെ ക്വാളിഫൈഡ് ആവുക, കോളേജിൽ പോവുക, പഠിപ്പിക്കുക അല്ലെ, കുറെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുക, അങ്ങനെ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ ടീച്ചിങ് കരിയർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ, ആണല്ലോ. അപ്പൊ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ I+ന്റെ എന്താ പറയാ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നല്ല ഭംഗിയായിട്ട് പഠിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് എന്ത് ഒത്തിരി സ്ട്രെസ് ഒന്നും സ്വയം കൊടുക്കാതെ എൻജോയ് ചെയ്തിട്ട് ഭംഗിയായിട്ട് എന്ത് ചെയ്യാ, പഠിച്ചിട്ട് നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ട് വരിക. ഓക്കെ, താങ്ക് യു സ്വാതി മിസ്. താങ്ക് യു. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. നിങ്ങൾ ക്ലിയർ ചെയ്യുന്നത് വരെ നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട്, നിങ്ങൾക്ക് A to Z ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതൊരു സമയത്തും നിങ്ങൾക്ക് എന്താ ഒരു ഡൗട്ട് ക്ലിയറൻസ് ആയാലും ഏതൊരു സമയത്തും നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ നമ്മുടെ ഉണ്ട്. നമുക്ക് ട്രിവാൻഡ്രത്തും എറണാകുളത്തുമായിട്ട് എക്കണോമിക്സ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, അതുപോലെ തന്നെ ലോ പേപ്പേഴ്സിനൊക്കെ പേപ്പർ 2 സബ്ജക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പേപ്പർ 1ന്റെയും ഇന്റൻസീവ് കോച്ചിങ്, നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസുകളും നിങ്ങൾക്ക് ഡെയിലി മോട്ടിവേഷൻ, സാറിന്റെ ഒക്കെ ഡെയിലി മോട്ടിവേഷൻസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഇപ്പോൾ 70% ക്ലാസ്സസ് കവർ ചെയ്തിട്ടും നിങ്ങൾക്ക് സ്റ്റിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫ്രീ എക്സ്റ്റൻഷൻ ഉൾപ്പെടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ കൂടെ കാണാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ ഈ ഒരു സെഷൻ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ് കേട്ടോ. താങ്ക് യു.